എന്ത് രസമല്ലേ ചെറിയ മോളോട് പാട്ട് കേൾക്കാന്. ആ യാത്രയിൽ ആസ്വദിച്ച് പാടുകയാണ്. എന്നാലും അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഇതുപോലെ പണി കിട്ടിയവരുണ്ടോ? ആരത്? പാവട്ടോ. അടുത്തത് പടച്ചറമ്പേന് ഞാനല്ലേ എന്നുള്ളൊരു തോന്നലാണ് അത് കാണുമ്പോളേ. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടർ? സംഭവം കൊള്ളാം. പക്ഷെ അവിടെ നിന്ന സമയത്ത് ഉള്ളൊന്ന് പടഞ്ഞിട്ടുണ്ടാവും. എന്തായാലും പേടിക്കാതെ ആരായിരിക്കുക. ഞാൻ സൂര്യനെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. വാരണവരത്തിലെ സിനിമയിലെ വോയിസാണ്. ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോകല്ലേ, ഇത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയേ. வந்தா மச்சா ஒரு டெய்லி வாழ்க்கையெல்லாம் கிளச்சில் தூக்கிட்டு போடாங்கடா, என் கண் முன்னாடி தூக்கிட்டு போடாங்கடா. அஞ்சலடா, என் அஞ்சலை மச்சாவா, அஞ்சலை குழந்தை சாப்பிட்றேன்டா, ரெண்டு பார்க்குறாங்கல்ல. നമ്മൾ ഒരാളെയും അയാളുടെ രൂപത്തെയോ സംസാരങ്ങളെയോ ഒക്കെ നോക്കിയിട്ട് അയാളെ വിലയിരുത്തരുത്. അയാളുടെ കഴിവുകളെ അംഗീകരിക്കുക. ഇവിടെ നോക്കിയാ എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ട്. ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ആളടുത്ത് പോയി. പക്ഷെ ആരും ചെയ്തു കൊടുത്തില്ല. കാരണം അയാളടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്താക്കിയത്. ഇവിടെ നോക്കിയ അയാൾ എല്ലാ കാര്യങ്ങളും ആ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുത്തു. ഇരിക്കാനുള്ള ഒരു സ്റ്റൂള് വരെ അവിടെ വെച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കിട്ടും ഉറപ്പായിട്ടും. അത് ഏത് വഴിയിലാ എങ്ങനെയാണ് കിട്ടുക ഒന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വഴി നമ്മൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, എത്ര ആളുകളുടെ അടുത്തേക്ക് പോയി, ഒരാൾ പോലും അത് ചെയ്തു കൊടുത്തില്ല. ഇയാൾ ചെയ്തു കൊടുത്തപ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടി. അതായത് ദൈവം ഏത് രൂപത്തിലാണ് നമ്മുടെ അടുത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാകുന്നതനുസരിച്ച് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ടെങ്കിൽ അയാളെ സന്തോഷിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി എന്തായിക്കോട്ടെ, ആ ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹരം തന്നെയാണ്.